HR ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു കാൻഡിഡേറ്റ് സെലക്ട് ആവുന്നു. ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് കമന്റ്സുകൾ ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും തന്നെ കൂടുതലായിട്ടും ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ട്, ജോബ് റിലേറ്റഡ് ആയിട്ട്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ലൈവ് ആക്കുക. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ വളരെ പെട്ടെന്ന് കേരളത്തിലുള്ള എല്ലാ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസിന്റെ വേക്കൻസി അപ്ഡേറ്റ് നിങ്ങൾക്ക് ഡിജിറ്റൽ ട്രെയിനിങ്ങും CV കറക്ഷനോട് കൂടി പെട്ടെന്ന് അറിയാനും നല്ല രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് സപ്പോർട്ടിലേക്ക് എത്താനും നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. അതായത് HR റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജോബ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്പനിയുടെ HR-നെ മീറ്റ് ചെയ്യുന്നു. ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇന്റർവ്യൂവിൽ മോസ്റ്റ്ലി ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ എങ്ങനെയായിരിക്കണം പ്രസന്റ് ചെയ്യേണ്ടത്, ഇന്റർവ്യൂവിന് പോകുമ്പോൾ കയ്യിൽ കരുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇന്റർവ്യൂ സെലക്ട് ആവുക എന്നുള്ളതിന് ചിലപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡ് വന്നേക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ ഫോളോ അപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല ഓപ്ഷൻസ് ആണ് വീഡിയോയിൽ പറയുന്നത്. അതായത് ഇതിന്റെ ഫോളോ അപ്പ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു പോസ്റ്റ് ഒരു കമ്പനിയിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ബേസിക്കലി ഒരു 50ഓളം CV മിനിമം വരുന്ന ഒരു നമ്പറാണ്. അതായത് ഒരു പോസ്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അത്യാവശ്യം രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും അല്ലെങ്കിൽ മറ്റു രീതിയിൽ അഡ്വർടൈസ് ചെയ്ത് വേക്കൻസി ഫില്ല് ചെയ്യുന്ന ഒരു എംപ്ലോയർ ആണെങ്കിൽ അവർക്ക് മിനിമം ഒരു 50 CV എങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ ഒരു CV മാത്രമായിരിക്കും നിങ്ങളുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ CV അവരൊരു ഇന്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾ എഫേർട്ട് എടുത്ത് അതിന് പോകുന്നു. അവസാനം നിങ്ങൾ ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോമൻസും ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് പ്രതീക്ഷയാണ്, എനിക്ക് ഈ ജോലി കിട്ടുകയാണ്, ഇവർ പറഞ്ഞത് നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പാക്കേജോട് കൂടി ഞാൻ ജോയിൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതിന്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നതും വളരെ 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 റെലവെന്റ് ആണ്. കാരണം ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വരുന്നവരെ ഈ ഒരു ജോബ് സീക്കർ ഇതിനോട് അധികം എന്തൂസിയാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ഇവിടേക്ക് വരേണ്ടത് എന്ന് തോന്നിപ്പിക്കുക, അല്ലെങ്കിൽ അതൊരു റിയൽ ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് പ്രധാനമാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ജോബ് സീക്കർ അയക്കുന്ന ഒരു താങ്ക് യു മെസ്സേജ് ആണ്. ആ ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങൾക്കുണ്ടായ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ വോയിസ് മെസ്സേജോ ആയിട്ടോ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുന്നതിലൂടെ തന്നെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനീസിന്റെയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മെയിൽ വഴി ആയിരിക്കാം. അപ്പോൾ മെയിൽ വഴിയാണോ അല്ലെങ്കിൽ ഫോൺ വഴി ചെയ്യുന്നവരുണ്ടായിരിക്കും. കോളിലൂടെ നിങ്ങൾക്ക് പറയാം നല്ലതായിരുന്നു ഇന്റർവ്യൂ, റിസൾട്ട് അറിയുക എന്നുള്ളതിന് തിരക്ക് കൂട്ടല്ല, മറിച്ച് റിസൾട്ട് വരുമ്പോൾ അറിയിക്കുമല്ലോ എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ കോൾ എൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ മെയിലിലും ഇതേ ആശയങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അവരുടെ മെയിൽ കൃത്യമായി ചെക്ക് ചെയ്യുന്ന ഒരാൾ പറയും ഇങ്ങനെ ഒരു മെയിൽ വന്നിരുന്നു, ഒരു താങ്ക് യു മെയിൽ വന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ എവ്രി വൺസ് ലൈഫ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ കരുതുക. ഇന്റർവ്യൂ എന്നൊരു പ്രോസസ്സിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി എന്നത് ഒരു വലിയ ചാർജസ് ആണ്. അത്തരത്തിലുള്ള ചാർജസ് ഒന്നും ഇല്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോടുകൂടി കേരളത്തിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ വേക്കൻസീസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള കമന്റ് ഒന്ന് ലൈവ് ആക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.